ഹായ് കുട്ടികളെ, രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞോ? ഫുഡൊക്കെ കഴിച്ചോ? എല്ലാവരും സന്തോഷമായിരിക്കുന്നോ? അമ്മയ്ക്ക് ഇന്നൊരു സുഖമില്ല കേട്ടോ, മനസ്സിനൊരു സുഖമില്ല. പിള്ളേരൊക്കെ ജോലിക്കൊക്കെ പോയിട്ടോ, എൻ്റെ മോൻ പഠിക്കാൻ പോയി. ഞാൻ ചായയൊന്നും കുടിച്ചിട്ടില്ല, മനസ്സിന് സുഖമില്ല മക്കളെ. ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാന്ന് എനിക്കറിയില്ല. എൻ്റെ ലൈവിൽ വന്നിട്ട് എൻ്റെ ആറപ്പി എന്താണ്, ഇഡ്ഡലി സാമ്പാർ എന്നാ തരുന്നതൊക്കെ ചോദിച്ചു. സത്യം പറഞ്ഞാൽ അത് പറഞ്ഞതെനിക്ക് മനസ്സിലായില്ല ആറപ്പി. പിന്നെ ഞാൻ ചിന്തിച്ചല്ല, ഈ ആറപ്പി മരണത്തിനെ കുറിച്ചല്ലേ, അത് ആരാണ് ഞാൻ ഇത്രമാത്രം ആൾക്ക് ശത്രുത ചെയ്തു വെച്ച എന്ന് ഞാൻ ആലോചിക്കുന്നത്. കാരണം എന്നോട് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആൾക്ക് എന്നോട് അത്രയും വൈരാഗ്യമുള്ളത് കൊണ്ടല്ലേ. അപ്പോൾ ഞാൻ ആരോട് എത്ര വലിയ തെറ്റ് ചെയ്തത് ഞാൻ ആലോചിക്കുന്നത്. ശരിക്കും ഭയങ്കര വിഷമമായിട്ടാണ്. അപ്പോൾ നിങ്ങളൊക്കെ പറയും, എന്ത് പറഞ്ഞാലും നിസ്സാര കാര്യത്തിന് കരയും, നിസ്സാര കാര്യത്തിന് വിഷമിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നിസ്സാരം തന്നെയാണ്. ഇതിനേക്കാളും വലിയ വിഷമങ്ങളൊക്കെ നമ്മൾ നേരിട്ട് വരുന്നതാണ്. എന്നാലും ഞാൻ ഈ മരിക്കാക്ക് പേടിയുണ്ടായിട്ടില്ല. മരിക്കാൻ എന്തെങ്കിലും ചെയ്ത് മരിച്ച് കളയാമെന്ന് വിചാരിച്ചിട്ട് തീരുമാനം എടുത്ത് നടന്നതാണ് ഞാൻ. എൻ്റെ മക്കൾ, ഞാൻ പോയാൽ എൻ്റെ മക്കൾക്ക് ആരുമില്ല ശരി തന്നെ, എന്നാലും അതൊക്കെ അതിജീവിച്ച് വന്നോളൂ എൻ്റെ മക്കൾ എന്നുള്ളൊരു ധൈര്യത്തിൽ എന്തെങ്കിലും ചെയ്ത് ചാവാ എന്ന് വെച്ചാൽ. കാരണം ഞാൻ അവർക്കൊരു ബാധ്യതയാവുമല്ലോ പിന്നീട്. നമ്മുടെ അസുഖങ്ങൾ അവർക്ക് ചികിത്സിക്കാനാവില്ല. കാരണം ഒത്തിരി പൈസ വേണം. പിന്നെ ഇത്തിരി കൂടി ഇപ്പൊക്കെ ഞാൻ നടക്കുന്നുണ്ട്, പെട്ടെന്ന് അങ്ങനെ ഞാൻ വീണ് പോയാൽ എന്നെ നോക്കാൻ ആരുമില്ല. കാരണം അവർ എൻ്റെ മക്കൾ 2 കുട്ടികൾ പെൺപിള്ളേരാണ്. അവർക്ക് അവരുടേതായ ജീവിതങ്ങൾ കണ്ടെത്തി കൊടുക്കാൻ എനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവർക്ക് സമ്പാദ്യം അവർ തന്നെ സമ്പാദിക്കണം, എന്നെ കൊണ്ടാവില്ല. അപ്പോൾ ഞാനങ്ങനെ തളർന്ന് നടന്ന് എന്നെയും കൂടി നോക്കാൻ അവർക്കാവില്ല, ഒരിക്കലും ആവില്ല. പിന്നെ നമ്മളാരും വേറെ സംരക്ഷിക്കാനായിട്ട് വേറെ ആരും വരാനുമില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്ത് മരിക്കുക എന്നുള്ള തീരുമാനത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ യൂട്യൂബിലേക്ക് കയറി വന്നത്. യൂട്യൂബിലേക്ക് വന്ന് ഭയങ്കര തിരിച്ച സന്തോഷം കിട്ടി തുടങ്ങി. നല്ലൊരു നേരം പോക്കായിട്ട് തോന്നി. അതിന് മുമ്പ് ഞാൻ പ്രതിലിപിയിൽ കഥയൊക്കെ എഴുതും, പക്ഷെ എനിക്ക് മനസ്സ് ശരിയാക്കി നിൽക്കാണ്ടും ഓർമ്മശക്തി ഇല്ലാണ്ടും പിന്നെ അത് എഴുതാൻ പറ്റാണ്ടായിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് യൂട്യൂബിൽ വന്നത്. ഇവിടെ വന്നപ്പോഴേക്ക് ഒത്തിരി സന്തോഷം. എൻ്റെ മക്കളെല്ലാവരും പേരെടുത്ത് പറയുന്നില്ല, ഒരുപാട് പേര് എന്നെ എനിക്ക് സന്തോഷം തന്നു, സ്നേഹം തന്നു, എനിക്ക് സപ്പോർട്ട് തന്നു. ഞാനിപ്പോൾ ഇത്ര വരെ എത്തി, 1K അടിച്ച് ഒരുപാട് സന്തോഷമായിട്ട്. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, കുറച്ച് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്നാലും എനിക്ക് എൻ്റെ ഇന്നലത്തെ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യും. അപ്പോൾ 1K അടിച്ചു, അത് എന്ന് പറയും വലിയൊരു കാര്യമാണ്. അപ്പോൾ ചിലർ നമ്മളെ ഇത്തിരി ഇതുള്ളവരൊക്കെ വിചാരിക്കും, ഈ തള്ള എന്താ പറയുന്നത്, 1K അടിച്ചു, അത് എന്തിപ്പോൾ ഇത്ര വലിയ സമ്പാദ്യമയ്യോ, ഒരേക്കറ സ്ഥാനം കിട്ടിയ പവറാണല്ലോ എന്ന്. എനിക്ക് അതൊക്കെ മേലെയാണ് കേട്ടാ, വലിയൊരു മൂല്യമായിട്ട് ഞാൻ കരുതുന്നത്. കാരണം വെച്ചാൽ ഞാൻ വിചാരിച്ചില്ല ഒരിക്കലും ഞാനിങ്ങനെ ഇതിലേക്ക് യൂട്യൂബിലേക്ക് വരുന്ന, എനിക്കിങ്ങനെ ലൈക്കും കമൻറ്റ് സപ്പോർട്ട്, അതുപോലെ ഈ 1K എന്താ അത് ദൈവമേ, അങ്ങനെയൊക്കെ കേട്ടാ എൻ്റെ മനസ്സിൽ. മറ്റുള്ളവർക്ക് അത് നിസ്സാരമായിരിക്കും, എനിക്കറിയില്ല, അതിൻ്റെ വലിപ്പം പറയാൻ എനിക്കറിയണില്ല. ഞാനെന്നാൽ ലൈവിലൊന്നും മത്തങ്ങ ഇരുട്ടത്ത് മത്തങ്ങയുടെ വലിപ്പമായിരിക്കില്ല, അറിയോ? അതുപോലെയാണ് എനിക്ക് അതിൻ്റെ വലിപ്പം പറയാൻ കിട്ടണില്ല. അത്രയേറെ വലിപ്പമാണ് എൻ്റെ ഈ സന്തോഷത്തിന്, മനസ്സിലായ? അപ്പോൾ ആ സന്തോഷത്തിൻ്റെ ഇടയിൽ ഒരുത്തൻ ലൈവിൽ വന്നിട്ട് എന്നാ നിങ്ങളുടെ RIP എനിക്ക് ഇഡ്ഡലി സാമ്പാർ എന്നാ കിട്ടണ അച്ചടാ. ഞാനപ്പോൾ മുന്നേ അതിന് വിശന്നിട്ട് അത് ചോദിക്കായിരിക്കും ഞാൻ വിചാരിച്ച. പിന്നീട് ഞാൻ ചമ്പട എൻ്റെ മരണാഗ്രഹിക്കും, എന്താ പറയുക, എൻ്റെ മരണാഗ്രഹിക്കുന്നത്. ഇത്രയ്ക്ക് ആഗ്രഹം തോന്നണ മോനാരാണ്? എൻ്റെ പൊന്നു മോനെ, നീ ആരാണ്? ഞാനത് ചോദിക്കുന്ന ആരാണ്? എനിക്ക് വേറെ ആരും ചോദിക്കാനൊന്നുമില്ല. അപ്പോൾ ഞാൻ സ്വയം ചോദിക്കാം, ആരാണ് നീ? എന്ത് തെറ്റാ ഞാൻ നിന്നോട് ചെയ്തേ? എൻ്റെ മോന് പറ,
എന്ത് തെറ്റാ ഞാൻ ചെയ്തേ? ആ തെറ്റും കൂടി നീ വന്നൊന്ന് കമൻ്റ് ഇടണേ. ഇനി ഞാൻ ലൈവ് ഇടുമ്പോൾ ആ തെറ്റ് ഞാൻ ചെയ്ത തെറ്റും കൂടി ഒന്ന് കമൻ്റ് ഇടണേ. അപ്പോൾ മറ്റുള്ളവർ ചിലർ പറയും എൻ്റെ അമ്മ ഒത്തിരി ആൾക്കാരെ ലൈവിൽ വന്നിട്ട് ഇങ്ങനെ ബാഡ് കമൻറ്റും എന്താണ് RIP മരണം ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്നാണ് കുഞ്ചൂസ് ഫാമിലിയിൽ തോന്നുന്നു ഇങ്ങനെ കുട്ടികൾ മരിച്ച് ഇതിനെ കാണിക്കും, എന്നെ വിധവയാക്കുക, അങ്ങനെ അവരെ മാനസികാവസ്ഥ എത്രയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരിതുപോലെ മനസ്സൊരുക്കിയതാണ്. നമ്മൾ ഈ മരിക്കാൻ കിടക്കുന്നവർക്കായാലും നേരിയ വെട്ടം കാണുമ്പോൾ അവർക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ? അതേപോലെ നമ്മളിങ്ങനെ സന്തോഷിച്ച് വരുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇതുപോലെയുള്ള പിന്തിരിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറയല്ലേ മക്കളെ. ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ച് പോട്ടെ, ദൈവം വിളിക്കുന്നത് വരെ എങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷത്തോടു കൂടി, സന്തോഷം മറ്റുള്ള കാര്യങ്ങൾക്കില്ലെങ്കിലും നിങ്ങളുടെ മുന്നിൽ ഈ യൂട്യൂബിൻ്റെ മുന്നിൽ വരുമ്പോഴെങ്കിലും ഒന്ന് സന്തോഷിച്ചോട്ടെ. നിങ്ങൾ മനുഷ്യന് വേദനിപ്പിക്കില്ല കേട്ടോ. എൻ്റെ മക്കളോട് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അത്രയ്ക്ക് അമ്മ വേദനയുടെ ഇടയിലാണ് അമ്മ ജീവിക്കുന്നത്. എൻ്റെ മക്കൾ ഇങ്ങനെയൊന്നും പറഞ്ഞ് പിന്തിരിപ്പിക്കാതിട്ട് ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്ത് കളയുന്ന ഒരു മനോഭാവമാണ് എനിക്ക്. അതുകൊണ്ട് നീ ഈ വീഡിയോ ഇട്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചിലപ്പോൾ എന്നെ കളിയാക്കും. കുഴപ്പമില്ല, എനിക്കെൻ്റെ മനസ്സിൻ്റെ കാര്യങ്ങൾ, എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ പറയണ്ടേ? മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ വന്ന് പറഞ്ഞതാണ് കേട്ടോ. എന്നോട് അങ്ങനെ ചോദിച്ച ആൾക്കാർ എന്താ ഞാൻ നിങ്ങളോട് ചെയ്തതെന്നും കൂടി എനിക്ക് കമൻ്റ് ഇടണം കേട്ടോ അമ്മയുടെ ലൈവിൽ. ശരി എന്നാൽ.